വളരെ സമൂഹത്തിൽ സർവ്വസാധാരണമായിട്ടുള്ളൊരു വിഷയമാണ് ഡിവോഴ്സ് അഥവാ വിവാഹമോചനം എന്ന് പറയുന്നത്. പക്ഷേ അതിന് എത്രത്തോളം ലെയേഴ്സ് ഉണ്ട്, അടരുകളുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവും ആ സിനിമ കാണുമ്പോൾ. ഏതെല്ലാം മേഖലയിൽ നിന്നുകൊണ്ട് അത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ത്രീകൾ കടന്നു പോകുന്ന സംഘർഷങ്ങൾ, ഇപ്പോൾ എന്താ പറയുക, ഈ നീതി നിഷേധിക്കപ്പെടുക വെച്ചാൽ നീതി വൈകുന്നത് മൂലമുണ്ടാകുന്ന നീതി നിഷേധം, അങ്ങനെ പലതും അതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം താങ്കളെ സംബന്ധിച്ച് ഇത്തരമൊരു സബ്ജക്റ്റ്, ഒരു വിഷയം നമ്മളെ അതിതീവ്രമായി അലട്ടുന്നു. ആ അലട്ടിയ വിഷയത്തിനെ സമൂഹത്തിന് മുന്നിൽ വെക്കുക എന്നുള്ളൊരു ഉപാധിയായിട്ടാണോ സിനിമയെ കാണുന്നത്? അതോ സിനിമ ചെയ്യണം എന്നുള്ള അടങ്ങാത്ത മോഹം കൊണ്ട് അലഞ്ഞു നടന്ന് അല്ലെങ്കിൽ ചിന്തിച്ച് അവസാനം എത്തിപ്പെട്ടൊരു വിഷയമായിട്ടാണോ അത് സംഭവിച്ചത്, ആ സിനിമ സംഭവിക്കുന്നത് എന്നുള്ളതെന്ന് പറയും. നമസ്കാരം. ആദ്യമായി മാതൃഭൂമിക്ക് നന്ദി ഇങ്ങനെ ക്ഷണിച്ചതിൽ. അതായത് ഒരു വിസിബിലിറ്റി, അത് ഏത് പ്ലാറ്റ്ഫോമിലായാലും അത് വിസിബിലിറ്റി സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് സെക്ഷൻസിന് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു പ്രതിവിധി എന്ന് പറയുന്നത്, നമ്മൾ ഈ വിസിബിലിറ്റി ഇല്ലായ്മയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഈ പറയുന്ന പോലെ ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പാസ് ഔട്ടായിട്ട് 25 വർഷത്തോളം നാടകം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലാൽ ജോസറിൻ്റെയും പി ബാലചന്ദ്രൻ്റെയും പിന്നെ ഒരു സ്പാനിഷ് സിനിമയിലും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. ഞാൻ ഈ കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലതും കാരണം എനിക്ക് എൻ്റെ എഡ്യൂക്കേഷന് ശേഷം ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ആ ബ്രേക്ക് എടുത്തപ്പോഴൊക്കെ ഞാൻ എൻ്റെ ആശ്വാസം എന്ന് പറയുന്നത്, എൻ്റെ ക്രിയേറ്റീവ് റിലീഫ് എന്ന് പറയുന്നത് എഴുത്തായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത് എഴുത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേയധികം എഴുതിയിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ആർട്ട്, കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നൊരു അങ്ങനെയൊരു ഒരു ക്ലാസിഫിക്കേഷൻ എത്രത്തോളം എനിക്ക് എനിക്ക് രണ്ടും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതായത് ആർട്ട് സിനിമയും ഞാൻ കാണാറുണ്ട്, കൊമേഴ്ഷ്യൽ സിനിമയും രണ്ടും കാണാറുണ്ട്. കൊമേഴ്ഷ്യൽ സിനിമയിലെ ആർട്ട് എലിമെൻസും ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആർട്ട് സിനിമയും ഒരു മാർക്കറ്റ് ഇല്ലാതെ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പാരലൽ സിനിമ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തൊക്കെ ആയാലും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരാളുടെ 10 ദിവസം നമ്മൾ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമേ ഒരു റെമ്യൂണറേഷൻ ഇല്ലാതെ ചെയ്യുകയുള്ളൂ. അപ്പോൾ എല്ലാത്തിലും ഇതിലൊക്കെയും ഈ ഒരു ആർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന എലിമെൻറ്റ്സ് എല്ലാത്തിലും ഉണ്ടാവും. അപ്പം ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു, പല ആൾക്കാരോടും പിച്ച് ചെയ്തു. കുറേ നടന്മാരുടെ, ഇങ്ങനെയാണല്ലോ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്, നമുക്ക് നടന്മാരുടെ ഡേറ്റ് വേണം. അപ്പം നമ്മൾ നടന്മാരുടെ പുറകെ പോകുന്നു. അപ്പം നമുക്ക് ഈ പറയുന്നത് പോലെ പലപ്പോഴും പുരുഷന്മാർ ചെയ്യുന്നത് പോലെ നമുക്ക് ഒരു ഹോട്ടലിലൊക്കെ തമ്പടിച്ച് നമുക്ക് കഥ പറയാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പം രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകണം, നമുക്ക് ഫാമിലി ഡ്യൂട്ടീസ് ഉണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ, പ്രത്യേകിച്ചും ആൺ സുഹൃത്തുക്കളാണ്, അവർക്കൊക്കെ അറിയാം എൻ്റെ കയ്യിൽ അതും. പക്ഷേ കൊമേഴ്ഷ്യൽ സ്ക്രിപ്റ്റ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കറിയാം ഞാൻ ആദ്യമായിട്ട് എഴുതിയത് ക്ലാരാസ് ഹോം സ്റ്റേ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അതിപ്പോഴും പെട്ടിയിലിരിപ്പുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയില്ല. അപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് ഉള്ളതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇങ്ങനെയൊരു ഇതുണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചതെന്ന് പറയുന്നത്, ഇത് ഗവൺമെൻറ്റിൻ്റെ, അതായത് ജനങ്ങളുടെ പൈസയാണ്. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നാടകങ്ങളിൽ ഒക്കെയും എൻ്റെ വിഷയമായിട്ട് തിരഞ്ഞെടുക്കുന്നത് സമൂഹത്തിലെ ഓരോ അനീതികളും ഓരോ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ട വിഷയങ്ങളാണ് ഞാൻ നാടകത്തിന് വിഷയങ്ങളായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിച്ചു, ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ സ്ക്രിപ്റ്റ് ഇത്തരം ഒരു പദ്ധതി ഒരു ഗവൺമെൻറ് വിഭാവന ചെയ്യുമ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം ആലോചിച്ചു, ഇങ്ങനെ സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യാം. അപ്പോൾ ഞാനും ഈ ഡിവോഴ്സ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രോമ എന്ന് പറയുന്നത്, എൻ്റെ ട്രോമ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെ ട്രോമ, ഈവൻ പുരുഷന്മാരുടെ ട്രോമ എന്ന് പറയുന്നത് ഞാൻ കാണുമ്പോൾ ഞാൻ ആലോചിച്ചു, ചില ആളുകൾക്ക്, സിംഗിളായിട്ടുള്ള സ്ത്രീകൾക്ക് വീട് കിട്ടാറില്ല. ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് അറിയുമ്പോൾ നമുക്ക് വീട് വാടകയ്ക്ക് തരില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ കരുതി, എന്തുകൊണ്ട് ഇതൊക്കെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല എൻ്റെ എഴുത്തിൽ, ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ
7 സ്ത്രീകളായിരുന്നു ആദ്യമായിട്ടുണ്ടായിരുന്നത്. 7 സ്ത്രീകൾ ഡിവോഴ്സ് എന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന 7 സ്ത്രീകളുടെ ഒരു കഥയെ എഴുതി സബ്മിറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അത് സബ്മിറ്റ് ചെയ്തു, അത് സെലക്റ്റഡായി. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. അതേസമയം ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം എല്ലാ തരത്തിലും അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സിനിമകളും എംബ്രേസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയണം എന്ന് പറയുന്നത്, രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ഒരു ഒരു ഓഡിയൻസ് പുള്ള എന്ന് പറയുന്ന തരത്തിലുള്ളതും എനിക്ക് അങ്ങനത്തെ ഒരു ഇനഫ് ബഡ്ജറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ആളുകൾക്ക് എന്ത് വേണം എന്ന് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും ഞാൻ കണ്ട സിനിമകൾ വെച്ചിട്ട്. പക്ഷെ അതിന് ഇനഫ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ സപ്പോർട്ട് വേണം. അങ്ങനെ ചെയ്യാൻ പറ്റും. അതേസമയം അങ്ങനെ ചെയ്യുമ്പോഴും ആ ഒരു കോണ്ടൻറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം ഓഡിയൻസിന് എനിക്ക് ആരും കാണാത്ത സിനിമകൾ ചെയ്യാൻ വലിയ താല്പര്യമില്ല. ആളുകൾ കാണുന്ന സിനിമകൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവണം, അതിന് കോണ്ടൻറ്റ് വാല്യൂ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.